ഹായ് നമസ്കാരം, എല്ലാവർക്കും STA ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൽ വന്നിട്ടുള്ള അവസരത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇതിലേക്ക് നിങ്ങൾക്ക് കരാർ നിയമനമായിരിക്കും ഉണ്ടായിരിക്കുക. ഈ താൽക്കാലിക നിയമനം വഴി 27 പേർക്ക് ഗുരുവായൂരിൽ ജോലി നേടാനുള്ള അവസരമാണ് വന്നിട്ടുള്ളത്. സോപാനം കാവൽ എന്ന പോസ്റ്റിലേക്ക് പുരുഷന്മാർക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിവുകളുടെ എണ്ണം പറയുന്നത് 15 ഒഴിവാണ്. SC/ST വിഭാഗക്കാർക്ക് 10% സംവരണവും ലഭിക്കുന്നതായിരിക്കും. നിയമന കാലാവധി ഇതിലേക്ക് 6 മാസമാണ് പറയുന്നത്. യോഗ്യതയായിട്ട് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ മികച്ച ശാരീരിക ക്ഷമതയുള്ള പുരുഷന്മാരായിരിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം. പ്രായപരിധി പറയുന്നത് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. അതായത് 1/1/2024 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ പ്രായപരിധി കണക്കാക്കുക. അതായത് 2024 ജനുവരി 1-ന് 30 വയസ്സിൽ കുറയാനോ 50 വയസ്സിൽ കൂടാനോ പാടില്ല എന്നാണ് പറയുന്നത്. സാലറി 18,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിലവിലുള്ള സോപാനം കാവൽക്കാരുടെ അപേക്ഷ സ്വീകരിക്കുന്നതല്ല എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് പറയുന്നത് വനിതാ സെക്യൂരിറ്റി ഗാർഡാണ്. ഇതിലേക്ക് ഒഴിവുകളുടെ എണ്ണം 12 എണ്ണമാണ് പറയുന്നത്. നിയമന കാലാവധി 6 മാസമാണ് പറയുന്നത്. യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ശാരീരിക അംഗവൈകല്യമില്ലാത്തവരായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. പ്രായപരിധി പറയുന്നത് 55 വയസ്സ് ടു 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 1/1/2024 കണക്കാക്കിയിട്ട് തന്നെയാണ് ഇതിലേക്കും അപേക്ഷ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ 2024 ജനുവരി 1-ന് 55 വയസ്സിൽ കുറയാനോ 60 വയസ്സിൽ കൂടാനോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശമ്പളം പറയുന്നത് 18,000 രൂപ തന്നെയാണ്. അപേക്ഷാ ഫീ വരുന്നുണ്ട്. ഇതിലേക്ക് 118 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോം ദേവസ്വം ഓഫീസിൽ നിന്ന് 118 രൂപയ്ക്ക് സെപ്റ്റംബർ 2024 മുതൽ ഒക്ടോബർ 8-ന് വൈകിട്ട് 5 മണി വരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫോം അവിടെ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. തപാൽ മാർഗം അപേക്ഷാ ഫോം ലഭിക്കുന്നതല്ല എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫോം സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കണം. 2 തസ്തികയിലേക്കും അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാലിലോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള വിലാസം കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 ഇതാണ് വിലാസം വരുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 10 5 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 048725563335 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേവസ്വം ഓഫീസിൽ നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 10 ആണ്. ഒക്ടോബർ 10 5 മണി വരെയാണെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.